ചേച്ചി പടം എങ്ങനെയുണ്ട്? ആ പടം നല്ല പടമാണ് മോനെ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല പടമാണ് കൊള്ളാം കൊള്ളാം, നല്ല പടം. ഈ സബ്ജക്ട് ഇഷ്ടപ്പെട്ടു? ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഇച്ചിരി ലാഭം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആ നല്ല പടമാണ്, തിരിച്ചുവരവ് തന്നെയാ. നീമ്പോളിന്റെ തിരിച്ചുവരവാണോ? ആ അതെ അതെ, നല്ല പടം. എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന പടം തന്നെ. ഞാൻ ശ്രീനിവാസനും നീമ്പോളിക്കും ആ നല്ല കോമ്പിനേഷനാ, കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഥ പറഞ്ഞാ പിന്നെ അത് വന്ന് കാണുന്നത് തന്നെയാ നല്ലത്. ശരി. നല്ല പടമാണ്. നീമ്പോളിന്റെ തിരിച്ചുവരവാണോ? പറയുന്നത് ഈ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്, കണ്ടിരിക്കാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വേൾഡ് ക്ലാസ് പടമായിരിക്കും. നിവിൻ ചേട്ടനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടമല്ല പ്രതീക്ഷിക്കുന്നുണ്ടാവും. കിടിലൻ പടം, കിടിലൻ സാധനം, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, വമ്പൻ സർപ്രൈസ് ആട്ടോ. ഡയറക്ടർ ബ്രില്യൻ, സ്ക്രിപ്റ്റ് ബ്രില്യൻ, അടിപൊളി, സൂപ്പർ പടം. നല്ല പടം. ഞാൻ നീമ്പോളി കോമ്പൊക്കെ എങ്ങനെയുണ്ട്? നീമ്പോളി കലക്കി, ഞാനും കോമഡിയൊക്കെ നല്ലതായിരുന്നു. സംസാരിക്കുന്ന സബ്ജക്റ്റ് നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം നമുക്കിപ്പോ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പടം വിജയിക്കട്ടെ. നല്ല പടം. ഞാൻ നീമ്പോളി കോമ്പൊക്കെ നല്ല റെഡി വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഡിജോ ജോസ് ആന്റണിയുടെ കരിയറിലെ മൂന്നാമത്തെ ചിത്രം, നല്ലൊരു സിനിമ. ബാക്കിയുള്ള ചിത്രങ്ങൾ പോലെ തന്നെ മലയാളികൾക്ക് എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപിടി ഓർമ്മകൾ തന്നുകൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ജെക്സ് ബിജയ് ആണെങ്കിലും നല്ല നല്ല പാട്ടുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടില്. ഷാരിസ് മുഹമ്മദ് പറഞ്ഞതുപോലെ ഞങ്ങൾ തൊപ്പിയും വെക്കും, ഞങ്ങൾ കാവ്യം എടുക്കും. അതുപോലെ മലയാളിയുടെ സൗഹാർദ്ദത്തിന്റെ കഥ പറഞ്ഞ ജാതി മതഭേദമന്യേ മലയാളികൾ എല്ലാ കാലത്തും സൗഹാർദ്ദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ സൗഹാർദ്ദം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള നല്ല അടികൂടി സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളൊരു ഹിന്ദിയിൽ ബജ്രംഗി ബൈജാൻ പോലെ മലയാളത്തിന്റെ ഒരു ബജ്രംഗി ബൈജാൻ എന്ന് പറയാം, ഒരു സൗഹാർദ്ദത്തിന്റെ സിനിമയാണ്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ സ്പോയിലർ ആയി പോവാം. പക്ഷെ നല്ലൊരു സിനിമ, മലയാളികൾ എല്ലാവരും കണ്ടിരിക്കണം. നല്ല സിനിമയാണ്. അതിൽ കോമഡിന്റെ എല്ലാ എലമെന്റ്സും ഉണ്ട്. കോമഡി ആയിട്ട്, സെന്റിമെന്റ്സ് ആവട്ടെ, അതേപോലെ തന്നെ നല്ലൊരു സിനിമ, നല്ല നട്ടലുള്ള തിരക്കഥയുള്ള സിനിമ. അത്യാവശ്യം നല്ല പടം. പൊളിറ്റിക്സ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ജനഗണമന വൈബുണ്ട്. പിന്നെ അത്യാവശ്യം നിവിന്റെയും ധ്യാന്റെയും കോമ്പോ നല്ലതാ. കുറച്ചു നേരം ഉള്ളെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഹ്യൂമറും ഉണ്ട്, പക്ഷെ പൊളിറ്റിക്സും ഉണ്ട്, ശക്തമായ പൊളിറ്റിക്സ്. ഹാരിസ് മുഹമ്മദ് പുള്ളിയുടെ റൈറ്റിംഗിൽ ജനഗണമന പോലെ തന്നെ വ്യക്തമായിട്ട് പുള്ളിയുടെ പൊളിറ്റിക്സ് പറഞ്ഞു വന്നു. അവിടെ ഇന്ത്യയുടെ അവസ്ഥ എല്ലാം പറയുന്നു.